എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ABIN സെബാസ്റ്റ്യൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെബ് വ്ളോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിക്കും കുമളിക്കും പോകുന്ന ഹൈവേയിൽ കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി വരേണ്ട ഒരു ആവശ്യമുള്ള കാരണം വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്താലോ എന്ന് മനസ്സിൽ തോന്നുന്നത്. ലോക്ക്ഡൗണിന് ശേഷം ഹോട്ടലുകൾ എങ്ങനെയായിരിക്കും തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് കാണാനും പിന്നെ കുറേ നാളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇരിക്കുന്നത്. ചേട്ടാ കഴിക്കാനാ ഉള്ളത്? ഒരു മസാല ദോശ, ഒരു സ്ട്രോങ് കാപ്പി. ഒരു മസാല ദോശയും സ്ട്രോങ് കാപ്പിയും. ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്നെ ഈ ഒരുമാതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ പ്രജകളൊക്കെ നിൽക്കത്തില്ലേ, പ്രജകളല്ല മീൻസ് ഈ സെക്യൂരിറ്റി ഗാർഡൊക്കെ അവർ ഈ വലിയ തുപ്പി സാധനമൊക്കെ വെച്ചല്ലേ, അതുപോലെ എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം വന്നിട്ടുണ്ട്. സമയം ഏകദേശം 7 മണിയായുള്ളൂ. ആദ്യത്തെ കസ്റ്റമർ ഞാനാണെന്നാണ് തോന്നുന്നത്. എല്ലാം കാലയാണ്. ഒരു ടേബിളിൽ 2 പേര് വെച്ചാണ് സോഷ്യൽ ഡിസ്റ്റൻസ് വലിച്ചുകൊണ്ട്. വലതുവശത്ത് ഞാനാണെങ്കിൽ ഇടതുവശത്ത് അടുത്ത കസ്റ്റമർ. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മസാല ദോശയായിട്ട് വരുന്നുണ്ട്. ഗ്ലൗസൊക്കെ യൂസ് ചെയ്തതാണ് മസാല ദോശ. സാമ്പാർ, ചട്നി. മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയും വടയും ചമ്മന്തിയും സാമ്പാർ. എൻ്റെ പൊന്നോ. നമുക്കെന്നാൽ ആദ്യം മസാല ദോശ ആദ്യം ശകലം ഇങ്ങനെ പൊരിച്ചിട്ട് കുറച്ച് ചമ്മന്തി, കുറച്ച് സാമ്പാറൊക്കെ എന്നെ ചൂടാണെന്നറിയാം. അതെ മസാല ദോശ. ഇവർക്ക് എവിടെ നിന്ന് ഇത്ര ബീട്രൂട്ട് കിട്ടുന്നത് എനിക്കറിയത്തില്ല. നല്ല ബീട്രൂട്ടൊക്കെ വെച്ച മസാല ദോശ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊതിഞ്ഞ് നന്നായിട്ട് പൊതിയണം. എന്നിട്ട് ചമ്മന്തിയിൽ ആദ്യം മുക്കി ഒന്ന് കഴിച്ചു. മസാല ദോശയുടെ മസാല നിങ്ങൾക്ക് കാണാം. നല്ല സൂപ്പർ ടേസ്റ്റ്. പഴ നല്ല സ്ട്രോങ് കാപ്പി. മസാല ദോശ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമറ ഷൂട്ടിങ്ങും കഴിപ്പും കൂടെ ഇച്ചിരി പാടുപെട്ട സാധനമാണ്. എൻ്റെ മൃണാൾ കേട്ടാ, സമ്മതിക്കണം നിങ്ങളെ. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കഴിക്കുന്നതാണ്. എന്താ ടേസ്റ്റ് എന്നറിയാം. അതെ ബീട്രൂട്ട് വെച്ച ഈ ചമ്മന്തിയായിട്ട് കഴിക്കുന്നത് സൂപ്പർ. ഒരു രക്ഷയില്ല. മാറി കഴിക്കും. എന്ത് ക്രിസ്പി ആയിട്ടുള്ള വടയാണെന്നറിയാം. എങ്ങനെ ഒരു രക്ഷയില്ല. സൂപ്പറാണ്. ഞാൻ കഴിക്കട്ടെ. അവസാനമുള്ളത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചോറ് കുഴക്കുന്ന പോലെ കുഴക്കുക.
ഇങ്ങനെ എടുക്കുക. എല്ലാം കൂടെ മിക്സായ സാമ്പാർ ചമ്മന്തി എല്ലാം കൂടെ മിക്സായതെടുക്കുക. ഇങ്ങനെ ഇവരെന്തുകൊണ്ടാണ് ഈ കുഞ്ഞൊരു കൈ വെക്കാവുന്ന സ്ഥലം തന്നെ അറിയത്തില്ല. നല്ല സ്ട്രോങ് ഫ്രഷ് കോഫി. നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ട്. ഈ കോഫി കുടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പൊളിയായി. വീഡിയോ എടുക്കാന്നുണ്ട് 1/2 മണിക്കൂറായി. അതുകൊണ്ടാണ് കാപ്പിയുടെ ചൂട് കാറിപ്പോയത്. അത് നമ്മളെ ബില്ലും കൊണ്ട് വരുന്നുണ്ട് ചേട്ടൻ. എത്ര 81, കോഫിക്ക് 14, മസാല ദോശയ്ക്ക് 52, ഉഴുന്നുവടയ്ക്ക് 11. വളരെ ഇതാണ് ഈ ഇന്ത്യൻ കോഫീസ് ഒക്കെ വന്നുള്ള ഗുണമെന്ന് പറയുന്നത്. വളരെ അഫോർഡബിളായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും സാധാരണക്കാർക്കും. ഈ യുദ്ധഭൂമിയോടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ബില്ല് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കച്ചവടം തന്നെയാണ്. ആടിയ ദൈവമേ, ഈ ലോക്ക്ഡൗണിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ട് കച്ചവടമൊക്കെ ഉണ്ടോ? വ്യാപാരം കുറവാണ്. ആൾക്കാരൊക്കെ ഇറങ്ങാൻ മടിയുള്ളതുകൊണ്ട് വ്യാപാരം കുറവാണ്. ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ആക്കിയാൽ ഞാൻ വീഡിയോകൾ എപ്പോഴൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.